ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല രണ്ട് ഹെൽത്തി റെസിപ്പീസുമായിട്ടാണ്. ഈ റെസിപ്പീസ് സിമ്പിളാണ്, എന്നാൽ നല്ല പവർഫുൾ റെസിപ്പീസുമാണ്. നമ്മളെല്ലാവരും മിക്കവരും നേരിടുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ഡൾ സ്കിന്നും ഒക്കെ. നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഈ വീട്ടിലൊക്കെ തന്നെ ഉള്ള നോർമലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ ഡൾ സ്കിന്നും ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പീസ് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നെല്ലിക്ക ജ്യൂസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നെല്ലിക്ക നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. നെല്ലിക്കയുടെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത് വൈറ്റമിൻ സിയും ഫൈബറും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മുടെ നെല്ലിക്ക. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചുമാണ്. പിന്നെ നമ്മൾ നെല്ലിക്ക ജ്യൂസൊക്കെ ഡെയിലി കുടിക്കുവാണെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കിന്നൊക്കെ നല്ലതാവാനുള്ള ഒരു ഹെൽത്തി ഫുഡാണിത്. നെല്ലിക്കയുടെ കൂടെ തന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയെല്ലാം ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. ഇഞ്ചിയും വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഫുഡാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഡൈജഷനൊക്കെ പ്രോപ്പറാക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ ഇഞ്ചി. അപ്പം ഞാൻ ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നെല്ലിക്കയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് കറി ലീവ്സാണ്. ഞാൻ കുറച്ച് വീട്ടിലുണ്ടായ കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മൂന്നിൻ്റെയും ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാൻ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ജ്യൂസറിലോട്ട് ഇട്ടിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ഇവിടെ റെഡിയാണ്. നെല്ലിക്കയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ആണ് നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുന്നത്. നല്ല കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ള ജ്യൂസാണ്. ഞാനിത് ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതായതുകൊണ്ട് ഞാനിത് ഡയറക്റ്റ് കുടിക്കുന്നില്ല. നമ്മുടെ ജ്യൂസിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിത് കുടിക്കുന്നത്. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ നമ്മളിത് വെറും വയറ്റിൽ കുടിച്ചാൽ വളരെ നന്നായിരിക്കും. ഒരുപാട് ദിവസം ഫുൾ ഡേയ്സ് ഒന്നും കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറും 2-3 ദിവസം മാത്രം കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടിയൊക്കെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്കിത് ഡെയിലി രാവിലെ എഴുന്നേറ്റ് നെല്ലിക്ക ജ്യൂസ് അടിക്കാനൊന്നും പറ്റുന്നതല്ല. വർക്കിംഗ് വുമൺ ആയാലും വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും ഒന്നും ഡെയിലി ഒന്നും ഇത് ഉണ്ടാക്കാനൊന്നും പറ്റില്ലായിരിക്കും. അപ്പം നമ്മളിത് കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രീസ് ചെയ്ത് ഇതുപോലെ ഐസ് ട്രേസിന് അതിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് നമുക്കിത് 2-3 ആഴ്ചത്തേക്ക് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു ഐസ് ട്രേക്കകത്തിൽ ബാക്കി വന്ന ജ്യൂസ് ഒഴിച്ചിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 കിലോ നെല്ലിക്കയുടെ മാത്രം എടുത്തുകൊണ്ടാണ് ഇത്രയും ജ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വെള്ളമൊന്നും ചേർക്കാതെ എടുത്തതുകൊണ്ട് ഈ ഒരു ഐസ് ട്രേക്കകത്ത് വെക്കാനുള്ള ജ്യൂസ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു 1-2 കിലോ നെല്ലിക്കയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്കൊരു 1 മാസത്തേക്കൊക്കെ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഐസ് ക്യൂബ് എടുത്തിട്ട് നമുക്ക് വേറെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിലോട്ടോ അല്ലെങ്കിൽ ബോട്ടിലിനകത്തിലൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രിഡ്ജിനകത്തിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഫ്രീസറിനകത്ത് വെച്ചാൽ മതിയാകും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഏതാണെന്നൊന്ന് കണ്ടു നോക്കാം. അടുത്ത റെസിപ്പി ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതും ഒരു ഹെൽത്തി ജ്യൂസാണ്. നമ്മുടെ വീട്ടിലുള്ള നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ആദ്യം എടുത്തേക്കുന്ന കുറച്ച് ബീട്രൂട്ടാണ്. പിന്നെ ക്യാരറ്റും എടുക്കുന്നുണ്ട്. ഒരു 4 ബീട്രൂട്ടും ഒരു 4-5 ക്യാരറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ എടുത്ത പോലത്തെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ആ സെയിം സൈസിലുള്ള ഒരു മഞ്ഞളുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ആദ്യം ഞാൻ ബീട്രൂട്ട് ക്ലീൻ ആക്കുവാണ്. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാമല്ലോ. ആൻറ്റി ഓക്സിഡൻറ്റ് വളരെയധികം അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ തന്നെ ഫൈബറൊക്കെ വളരെയധികം നല്ല അളവിൽ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയണും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ് നമ്മൾ ബീട്രൂട്ടൊക്കെ നമ്മൾ ഡെയിലി തോരനൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ ജ്യൂസ് കുടിച്ചാലുള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം മുമ്പൊക്കെ ഈ ബീട്രൂട്ട് ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ക്യാരറ്റും കൂടി ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കുവാണ്.
നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള ഒരു പച്ചക്കറിയാണ് ക്യാരറ്റും വിറ്റാമിൻ സിയും പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ഒക്കെ നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ്. ഇനി ഞാൻ മഞ്ഞളും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് മഞ്ഞളാണ്. മഞ്ഞൾ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. മഞ്ഞളിൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. കുർക്കുമിൻ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ള മഞ്ഞൾ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഞാൻ ഇഞ്ചി കൂടി നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളും ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ജ്യൂസറിനകത്തിലിട്ടിട്ട് നമുക്കിതൊന്ന് ജ്യൂസാക്കി എടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ പ്യുവർ ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു കിലോയിൽ മേളിൽ പച്ചക്കറികൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കൊരു ഇത്രയും ജ്യൂസാണ് ആകെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മഞ്ഞളിൻ്റെ അബ്സോർപ്ഷൻ, കുർക്കുമിൻ്റെ അബ്സോർപ്ഷൻ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അതുമാത്രമല്ല നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റാണ് നമ്മുടെ കുരുമുളക്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചുമാണ്. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോണക്ക് അതുപോലെ എടുത്ത് കുടിക്കല്. വെള്ളമൊന്നും ചേർക്കാതെ ആയതുകൊണ്ട് നമ്മുടെ കിഡ്നിയൊക്കെ ഡാമേജ് ആയി പോകും. അതുകൊണ്ട് നമുക്കിത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് കുടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ബാക്കിയുള്ള ജ്യൂസും കൂടെ ഞാനിങ്ങനെ ഐസ് ട്രേസിനകത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ എനിക്കിത് എന്നും രാവിലെ ഇത് കുടിക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. 2 ഐസ് ക്യൂബ് എടുത്താൽ മാത്രം മതിയാകും. ഞാനിത് ഒരു ദിവസം ഫുള്ളൊന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ഐസ് ക്യൂബ്സും റെഡിയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്തിലോ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്തൊക്കെ വെച്ചിട്ട് ഫ്രീസറിനകത്ത് വെച്ചിരുന്നാൽ മതി. നമുക്കിത് ഒരു മാസമൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ എല്ലാവർക്കും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണിത്. കാരണം നമ്മളതിനകത്ത് മഞ്ഞളും ഇഞ്ചിയും ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ ആ കുത്തുന്ന ടേസ്റ്റൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ എല്ലാവരും ഈ 2 ജ്യൂസിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.